ഭാര്യയ്ക്ക് വീട്ടിൽ പോണെന്ന് പറയുമ്പോ ഞങ്ങൾ ആണുങ്ങൾ ആദ്യമെല്ലാം കുറച്ച് കടുപ്പിടുത്തം പിടിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിന് വിലങ്ങ് തടിയായി നിൽക്കുന്നത് കൊണ്ടല്ല. എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും പിണങ്ങിയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചങ്കിലെ ചോരയും കണ്ണിലെ കൃഷ്ണമണിയും കെട്ടിയോളും പിള്ളേരും തന്നെയാണ്. നിങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി കിടന്ന് പിടയ്ക്കുമ്പോ ശരിക്കും പിടയുന്നത് ഞങ്ങളുടെ ചങ്ക. നീയും പിള്ളേരും ഇല്ലാത്ത വീട്ടിൽ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാകും. അതുവരെ ഇല്ലാത്ത തിരക്കും ബഹളവും ഞങ്ങൾ കാണിക്കുന്നത് കുറച്ചു സമയം കൂടി പിള്ളേരെയും കണ്ട് നിന്റെ ആ ഒച്ചപ്പാടും ബഹളവും ഒന്ന് കാണാനാ. നിങ്ങൾ പ്രസന്ന മുഖവുമായി എനിക്കൊരു ടാറ്റയും തന്ന് പിള്ളേരെയും കൊണ്ട് കണ്ണിൽ നിന്ന് മായുമ്പോ ചിലപ്പോഴെങ്കിലും കൽബിൽ കരയാറുണ്ട്. പിന്നെ കണ്ണ് നനയാത്തത് ഒരാണായി ജനിച്ചത് കൊണ്ടായിരിക്കും. നിങ്ങളെക്കാൾ സ്നേഹവും സ്വാദുള്ള ഭക്ഷണവും ഞങ്ങളുടെ അമ്മമാര് നൽകുന്നുണ്ട്. എങ്കിലും നിങ്ങൾ വന്ന് അടുത്ത് നിന്ന് വിളമ്പി തന്ന് പിള്ളേരെ വഴക്ക് പറഞ്ഞും കഥ പറഞ്ഞും കഴിപ്പിക്കുന്ന ആ ഒരു അലയടി വീടിന്റെ മതിലുകൾക്കും അടുക്കളയിലെ പാത്രങ്ങൾക്ക് പോലും നഷ്ടാകുന്നുണ്ടാവും. നിങ്ങളുടെ കൈപ്പുണ്യം നിറഞ്ഞ കൈയും സ്വാദുള്ള ഭക്ഷണം കഴിക്കുമ്പോ കൂടെ നിങ്ങൾ എന്ന് കുറ്റം പറയുന്നത് ഒരു സുഖമാണ്. നിന്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയാണോ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന ദേഷ്യവും എന്നാ നല്ലൊരുത്തിനെ വരെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞുള്ള ചാട്ടവും കൂടിയാകുമ്പോ നല്ല ചൂടത്ത് തണുത്ത മോര് കുടിക്കുന്ന രസാണ്. രാത്രി വൈകിട്ടും വീട്ടിലേക്ക് പോകാതിരിക്കുമ്പോ കൂടെയുള്ള കൂട്ടുകാരെന്നെ ചോദിക്കും, വീട്ടില് ഭാര്യ ഇല്ല അല്ലേ? രാത്രി വീട്ടിലേക്ക് ചെന്നാൽ തന്നെ നിന്റെ അനക്കവും പിള്ളേരുടെ ബഹളവും ഇല്ലാതെ ഒറ്റപ്പെട്ടവനായുള്ള കിടത്തം ഉറക്കത്തെ തന്നെ കളയും. നിങ്ങൾ വരുന്ന ദിവസമായ അന്ന് ഉറക്കമുണർന്ന ആദ്യത്തെ പണി നിങ്ങളെ വിളിക്കൽ തന്നെയാണ്. മനസ്സിൽ സന്തോഷിച്ചുകൊണ്ടാണേലും പുറമെ കാണിക്കാതെ ചോദിക്കും, എന്ത് വരാനും ഉദ്ദേശമൊന്നുമില്ലേ? അവിടെ കൂടാനാണ് അഭാവം. അതും സ്നേഹം കൊണ്ടാണ്. താഴ്ന്ന് അപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഗൗരവസ്വരത്തിൽ ചോദിക്കുന്നത്. സത്യത്തിൽ ഉള്ളുകൊണ്ട് വരാൻ കേണ് അപേക്ഷിക്കുകയാണ്. തിരിച്ചു വരുന്ന ദിവസം വൈകിട്ടൊന്ന് വീട്ടിലെത്താൻ കൊതിക്കും. പിള്ളേരെ ഒന്ന് കാണാൻ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടുവരും. കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ മറക്കാറില്ല കേട്ടോ. കാര്യം ഞങ്ങൾ ആണുങ്ങള് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ വരുമ്പോ ഞങ്ങൾ പറയും, ഓ വന്നു, ഇത്ര ദിവസം മനുഷ്യന് മനസമാധാനം ഉണ്ടായിരുന്നു. അത് ഇഷ്ടക്കുറവുകൊണ്ടല്ല, തലയിൽ കയറി നിരങ്ങുന്ന സാധനങ്ങളാണ് നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ.